പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ നല്ലൊരു ദിനം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചതിന് നന്ദി പറയാട്ടോ. പ്രത്യേകമായിട്ട് ഇന്ന് ഈശോയെ എവിടെയൊക്കെ നമുക്ക് മഹത്വപ്പെടുത്താമോ അവിടെയൊക്കെ നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തണം. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ ഈശോയെക്കുറിച്ച് ഇന്ന് ആരോടെങ്കിലുമൊക്കെ പറയണം. പലപ്പോഴും ഒത്തിരി പേരെ അച്ഛൻ കാണാറുണ്ട്. തെരുവിൽ വചനം പ്രഘോഷിക്കുന്നവർ, യാത്രകളിൽ കൂടെ ബസ്സിലിരിക്കുന്നവരോട് വചനം പ്രഘോഷിക്കുന്നവർ, അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് പറയുന്നവർ, നിരാശയിലും വേദനയിലൊക്കെ നിൽക്കുന്ന അന്യമതസ്ഥരായ വ്യക്തികളായിരിക്കാം, നിരീശ്വരവാദികളായിരിക്കാം, അവരോടൊക്കെ ഈശോയെക്കുറിച്ച് സധൈര്യം പ്രഘോഷിക്കുന്ന ആളുകൾ, ഈശോയെക്കുറിച്ച് പറയുന്ന ആളുകൾ, എവിടെയൊക്കെ ഈശോയെ മഹത്വപ്പെടുത്താമോ അവിടെയൊക്കെ ഈശോയെ മഹത്വപ്പെടുത്തുന്ന ആളുകൾ. ഇനി വേണ്ട, അങ്ങനെയൊക്കെ ഈശോയെക്കുറിച്ച് പറയാൻ മടിയും ഭയവും ഉണ്ടെങ്കിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിലായിരിക്കുമ്പോൾ ഒരു കുരിശ് വരയ്ക്കുക, അതൊരു പ്രഘോഷണമാണ്. ഒരു സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെൻഷൻ മനസ്സിലിങ്ങനെ ഇരമ്പി വരുമ്പോൾ നമ്മളൊരു ജനക്കൂട്ടത്തിനിടയിലാണെങ്കിലും ഈശോയെ എന്നൊന്ന് പതിയെ പറയാൻ കഴിഞ്ഞാൽ അതൊരു പ്രഘോഷണമാണ്. ഇനിയും വേണ്ട, ആരെങ്കിലുമൊക്കെ തകർന്നിരിക്കുമ്പോൾ നീ അവനെ ആശ്വസിപ്പിക്കുമ്പോൾ അതൊരു പ്രഘോഷണമാണ്. അങ്ങനെ ഈശോയെ ഇന്ന് നമുക്ക് കൊടുക്കാനും പ്രഘോഷിക്കാനും ഒക്കെ കഴിയണം. കാരണം ഈശോയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ സാത്താൻ വല്ലാതെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. മാർക്കോസ് 1-ലും മാർക്കോസ് 5-ലും ലൂക്ക 5-ലും മാർക്കോസ് 9-ലും ഒക്കെ ഈശോ കടന്നു ചെല്ലുന്നിടങ്ങളിലൊക്കെ സാത്താൻ പരാജയപ്പെടുന്നുണ്ട്. നമുക്കറിയാമല്ലോ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:40 അവർ അപ്പോസ്തലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അപ്പോസ്തലന്മാർ എവിടെയൊക്കെ ഈശോവിൻ്റെ നാമം പ്രഘോഷിച്ചോ അവിടെയൊക്കെ പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. കാരണം എന്താ? സാത്താൻ ഭയപ്പെടുകയാണ്. ദൈവത്തിൻ്റെ രാജ്യം വരുമ്പോൾ സാത്താൻ്റെ രാജ്യം നശിക്കുമെന്നുള്ളൊരു ഭയത്തിൽ നിന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരൊക്കെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വത്തിക്കാൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞല്ലോ, ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതം ക്രൈസ്തവ മതമാണെന്ന്, ക്രിസ്ത്യാനികളാണെന്ന്. ആണ്. കാരണം ഈശോയെ ഇങ്ങനെ പ്രഘോഷിക്കുമ്പോൾ സാത്താൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അവനങ്ങനെ മനുഷ്യരെ നശിപ്പിക്കുന്നുണ്ട് പീഡനങ്ങളിലൂടെ. അപ്പം നമുക്ക് ആ പീഡനങ്ങളിലൊന്നും പതറാനും തളരാനും പാടില്ല. ഈശോയെ സന്തോഷത്തോടെ പ്രഘോഷിക്കണം. ജീവൻ കൊടുത്തും ഈശോയെ പ്രഘോഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയെ ധീരതയോടെ പ്രഘോഷിക്കാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.